ഗ്ലോക്കോമയ്ക്കുള്ള ആയുർവേദ ചികിത്സകളെക്കുറിച്ച് നോക്കാം. ചികിത്സയെ 2 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന നേത്രമർദ്ദം കുറച്ച് കാഴ്ചയെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. രണ്ടാം ഘട്ടത്തിൽ നേത്രമർദ്ദം വർദ്ധിച്ചത് മൂലം കണ്ണുകളുടെ ഞരമ്പുകൾക്ക് സംഭവിച്ചിട്ടുള്ള കേടുപാടുകൾ പരിഹരിക്കുന്നതിനും റെറ്റിനയെ ബലപ്പെടുത്തി കാഴ്ച നിലനിർത്തുന്നതുമായ ചികിത്സാരീതികളാണ് രണ്ടാം ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ചികിത്സയുടെ ആദ്യ ഘട്ടത്തിൽ കൂടിയ നേത്രമർദ്ദം കുറയ്ക്കുന്നതിനായി അഞ്ജനം, അവഗുണ്ഠനം അഥവാ നേത്രക്കിഴി, പിണ്ടി, നസ്യം, കപളം, തളം മുതലായ ചികിത്സാ രീതികളാണ് ചെയ്തു വരുന്നത്. അതിൽ ആദ്യത്തെ അഞ്ജനം എന്നുള്ളത് കണ്ണുകളിൽ കെട്ടിക്കിടക്കുന്ന ദോഷങ്ങൾ പുറമേക്ക് വാർത്ത് കളയുകയും കണ്ണുകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അടുത്തത് അവഗുണ്ഠനം അഥവാ നേത്രക്കിഴി. നേത്രത്തിലെ മർദ്ദം കുറയ്ക്കുന്നതിനും കണ്ണുണ്ടാവുന്ന വേദന കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തതായി പിണ്ടി. കണ്ണുകളുടെ മർദ്ദം കുറയ്ക്കാനും ചുവപ്പ്, വേദന എന്നിവ കുറച്ച് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നസ്യം, കപളം, തളം തുടങ്ങിയ ചികിത്സാ രീതികളും ഇതുപോലെ നേത്രമർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചികിത്സാ രീതികളാണ്. ചികിത്സയുടെ രണ്ടാം ഘട്ടത്തിൽ കണ്ണുകളുടെ ഞരമ്പുകൾ ബലപ്പെടുത്തുന്നതിനായിട്ടുള്ള തർപ്പണം, പുടഭാഗം, ശിരോവസ്തി, ശിരോധാര തുടങ്ങിയ ചികിത്സാ രീതികൾ ചെയ്തു വരുന്നു. ഇത്തരം ആയുർവേദ ചികിത്സകളിലൂടെ ഗ്ലോക്കോമയിൽ നിന്നും കാഴ്ചയെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുന്നു.